എന്താണ് ഷഹബാസിന് സംഭവിച്ചത്? പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഷഹബാസിന് സംഭവിച്ചതിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഷഹബാസിന്റെ ശരീരത്തിൽ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ആഘാതമുണ്ടായത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. നമുക്ക് നോക്കാം. പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം എന്ന് പറയുന്നത് തലയോട്ടി പൊട്ടിയ നിലയിൽ വലതു ചെവിയുടെ മുകൾ ഭാഗത്തായി പൊട്ടൽ കാണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. നഞ്ചക് എന്ന് പറയുന്ന കരാട്ടയ്ക്ക് ഉപയോഗിക്കുന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഷഹബാസിനെ നേരിടാൻ തീരുമാനിക്കുന്നത്. 5 പേർ 50 പേരെ നേരിടാനുള്ള വീരസ്യം പറഞ്ഞുകൊണ്ടാണ് ആ സംഘം ചേരുന്നത്. കയ്യിൽ നഞ്ചക്കടക്കമുള്ള ഉപകരണങ്ങളുമുണ്ട്. നഞ്ചക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഷഹബാസിനെ നേരിടുമ്പോൾ ഷഹബാസിൻ്റെ വലത്തെ ചെവിയുടെ മുകൾ ഭാഗത്തേക്കാണ് ആദ്യത്തെ പ്രഹരമേൽക്കുന്നത്. അവിടെയാണ് ആന്തരികമായി രക്തസ്രാവം ഉണ്ടായിരിക്കുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പ്രേക്ഷകർക്ക് കാണാം. ഇവിടെ ഈ ഷഹബാസിൻ്റെ ഇതെന്ന് പറയപ്പെടുന്ന ഒരു നമ്മൾ ഡമ്മിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെവിയുടെ മുകളിലത്തെ വലതുഭാഗത്ത് ഈ വലിയ ഒരു ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട് നഞ്ചക്ക് ഉപയോഗിച്ചുകൊണ്ട്. അവർ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കരുതിക്കൂട്ടി വരുന്നു. ഷഹബാസ് ആണെങ്കിൽ ഈ ഒരു കുറ്റകൃത്യത്തിൽ തുടക്കത്തിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു സംഘടനത്തിൻ്റെ തുടക്കത്തിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ ട്യൂഷൻ സെൻറ്ററിൽ നടന്ന പരിപാടിയിൽ മുഹമ്മദ് ഷഹബാസ് പങ്കെടുത്തിട്ടുമില്ല എന്നാണ് ട്യൂഷൻ സെൻറ്ററിൻ്റെ പ്രിൻസിപ്പൽ പറഞ്ഞത്. ആ ട്യൂഷൻ സെൻറ്ററിലെ വിദ്യാർത്ഥിയുമായിരുന്നില്ല മുഹമ്മദ് ഷഹബാസ്. പകരം 80 രൂപ കൊടുത്ത് വൈകുന്നേരത്തെ ചായക്കുള്ള കടി വാങ്ങാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ് ഷഹബാസിനെ അച്ഛൻ. എന്നാൽ പുറത്തേക്കിറങ്ങി ഉടൻ തന്നെ സുഹൃത്ത് വന്ന് ഷഹബാസിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഷഹബാസ് ഈ സംഘട്ടനത്തിൽ അറിയാതെ ചെന്ന് പെടുന്നു. അങ്ങനെ ഷഹബാസ് ഈ 5 പേരുടെ ആക്രമണത്തിനിരയാവുന്നു. ഏറ്റവും കൂടുതൽ മർദ്ദനം ഷഹബാസിനാണ് കിട്ടിയത് എന്നാണ് പറയപ്പെടുന്നത്. ഷഹബാസിൻ്റെ ഈ വലതു ചെവിയുടെ ഭാഗത്ത് ഉള്ള ആ മുറിവ് എന്നുള്ളത് വലിയ ആഘാതമുണ്ടാക്കുന്നതായിരുന്നു. അവിടെ നിന്ന് വന്ന രക്തസ്രാവം വളരെ കട്ടിപിടിച്ച നിലയിലായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട്. അതേസമയം തലച്ചോറിന് 70% വരെ ക്ഷതമേറ്റിരുന്നു എന്നാണ് ആദ്യത്തെ സ്കാനിങ്ങിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മാത്രമേ ഷഹബാസിൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും കൂടുതൽ ഉണ്ടായിട്ടുണ്ടോ, കൂടുതൽ ആഘാതവും ക്ഷതവും ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. നിലവിൽ ഷഹബാസിൻ്റെ ശരീരത്തിലേറ്റിരിക്കുന്ന ഈ മുറിവിൽ ഏറ്റവും മാരകമായത് നഞ്ചക്ക് കൊണ്ട് ചെവിയുടെ മുകൾ ഭാഗത്തായി ഏറ്റിരിക്കുന്ന ആഘാതമാണ് എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. അത്ര ക്രൂരമായിട്ടാണ് ഷഹബാസിനെ ആ കൊലയാളികളായ കുട്ടികൾ ആക്രമിച്ചത്. നമുക്കവരെ കൊലയാളികളെന്ന് വിളിക്കാൻ കഴിയില്ല. നിയമമനുസരിച്ച് അവരെ വിളിക്കാൻ കഴിയുക നിയമവുമായി പിണങ്ങി നിൽക്കുന്ന കുട്ടികൾ, നിയമവുമായി പൊരുത്തപ്പെടാനാവാത്ത കുട്ടികൾ എന്നാണ്. ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ.